ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2025 ALP നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് നോട്ടീസ് ഔട്ടായി. അത് നമ്മളെല്ലാവരും അറിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 2024 ALPയുടെ CBT1 എക്സാം കണ്ടക്ട് ചെയ്തിരുന്നു. അതിൻ്റെ റിസൾട്ടും വന്നു. അതിൻ്റെ CBT2നായിട്ട് സ്റ്റുഡൻസ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആ CBT1ൻ്റെ കട്ട് ഓഫ് അനാലിസിസ് ഒന്ന് നോക്കാം. നമുക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യണം CBT1 പാസ് ആവാൻ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമ്മുടെ ഷോർട്ട് നോട്ടീസിൽ 9,900 വേക്കൻസികളാണ് പറഞ്ഞിരിക്കുന്നത്. 2024 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 5,000+ വേക്കൻസീസ് ആയിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് അത് 18,000+ ആയിട്ട് ഇൻക്രീസ് ആയി. നമുക്കും ഇവിടെയും അങ്ങനെ പ്രതീക്ഷിക്കാം, വേക്കൻസി ഇൻക്രീസ് ആവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 10 മുതലാണ്. അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 2024 CBT1ൻ്റെ കട്ട് ഓഫുകൾ നോക്കാം. ട്രിവാൻഡ്രം സോണിലെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ UR കാറ്റഗറിക്ക് വന്നിരിക്കുന്നത് 48.93 ആണ്. അതേസമയം EWSന് വന്നിരിക്കുന്നത് 40.09 മാർക്കാണ്. നമുക്കറിയാം 75 മാർക്കിലാണ് ALP CBT1 കണ്ടക്ട് ചെയ്യുന്നത്. ചെന്നൈ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ UR കാറ്റഗറിക്ക് വന്നിരിക്കുന്നത് 49.51, EWSന് വന്നിരിക്കുന്നത് 40.15. അതേപോലെ റിസർവേഷൻ കാറ്റഗറികൾ നോക്കുകയാണെങ്കിൽ മാർക്കുകൾ കുറവാണ്. 39, 25, 34 ഒക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബാംഗ്ലൂർ സോണിലൂടെ നോക്കാം. ബാംഗ്ലൂർ സോണിൽ വന്നിരിക്കുന്നത് 58.49ഉം EWSന് 40.07. കൊൽക്കത്ത റീജിയണിൽ വന്നിരിക്കുന്നത് 63.44ഉം EWSന് വന്നിരിക്കുന്നത് 40.05 ആണ്. നമുക്ക് ഒരു 60 അബവ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. കാരണം കട്ട് ഓഫ് വന്നിരിക്കുന്നത് 58 ആണ്. അതേപോലെ നമ്മുടെ ട്രിവാൻഡ്രം സോണിൽ 48 ആണ്. അപ്പോൾ നമുക്ക് വേക്കൻസികൾ അനുസരിച്ചായിരിക്കും കട്ട് ഓഫുകൾ വരുന്നത്. കട്ട് ഓഫ് വേക്കൻസി കൂടി നിൽക്കുന്ന സ്ഥലത്ത് കട്ട് ഓഫ് താരതമ്യേന കുറവായിരിക്കും. അതേപോലെ വേക്കൻസി കുറവുള്ള റീജിയണിൽ കട്ട് ഓഫ് കൂടുതലുമായിരിക്കും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ വേക്കൻസികളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്കൊരു 60 ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് CBT1 ക്ലിയർ ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഈ CBT1 2024 റിസൾട്ടിൽ നിന്ന് വ്യക്തമാണ്. നമ്മുടെ ALPയുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഉണ്ട്. അതിൽ ക്വാളിഫൈ ആവുന്നവർക്കായിട്ട് CBT2ൻ്റെ എക്സാം ഉണ്ട്. പിന്നീട് വരുന്നതാണ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് വരുന്നത്. നമ്മൾ CBT1 ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങണം. CBT1ൻ്റെ കൂടെ തന്നെ CBT2ന് നമ്മൾ ഫോക്കസ് കൊടുക്കണം. കാരണം CBT2ൽ നമ്മുടെ സ്ട്രീമിൻ്റെ സബ്ജക്ട്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ പഠിച്ചു പോകണം. കാരണം നമ്മുടെ CBT1ൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ പെട്ടെന്നായിരിക്കും CBT2ൻ്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത്. നമുക്ക് 2024 CBT1 എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് CBT2ൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിരുന്നു മാർച്ച് 19, 20 ആയിട്ട്. പക്ഷെ അന്ന് എന്തോ സൈറ്റ് ഇഷ്യൂസ് ഒക്കെ കാരണം അതിൻ്റെ എക്സാം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. നമുക്ക് 2025 അങ്ങനെ ഒരു കേസ് ഉണ്ടാവണം എന്നില്ല. പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്ന് നെക്സ്റ്റ് ഒരു 1 മന്ത് ഗ്യാപ്പിൽ തന്നെ LP CBT2ൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും CBT1ന് പഠിച്ചു തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ CBT2നും വേണ്ടിയിട്ട് ഫോക്കസ് കൊടുക്കണം. നമ്മുടെ ALP CBT1 എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് മാത്സ് ഉണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. മാത്സിന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണുള്ളത്. അതേപോലെ ജനറൽ ഇൻ്റലിജൻസിന് 25, ജനറൽ സയൻസിന് 20, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് 10 മാർക്ക്. നമുക്കറിയാം മാത്സിനും സയൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ ജനറൽ ഇൻ്റലിജൻസിനാണ് കൂടുതൽ മാർക്ക്, 25 മാർക്ക്. അതേപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ 10 മാർക്കാണുള്ളത്. നമുക്കറിയാം ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. നമുക്കത് മൊത്തം നമ്മൾ മുഴുവനായിട്ട് പഠിച്ചു തീർക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടത്തില്ല. പക്ഷേ നമുക്ക് കറണ്ട് അഫയേഴ്സിന് ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 2024 എക്സാംസ് നോക്കുകയാണെങ്കിൽ ALPയുടെ എക്സാംസ് തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഈ 10ൽ ഒരു 5-6 മാർക്കിന് തന്നെ ചോദിച്ചത്. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിന് ഇവിടെ ഫോക്കസ് കൊടുത്ത് തന്നെ വേണം പഠിക്കാൻ. അങ്ങനെ ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് 75 മാർക്കിനാണ് വരുന്നത്. 1 hour ആണ് ടൈം വരുന്നത്. 60 minutes 1 hour ആണ് എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 60 മാർക്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഇത് CBT1 ക്ലിയർ ചെയ്യും. അപ്പോൾ നമ്മൾ CBT1 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CBT2ൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് CBT1ൽ ഉണ്ടായിരുന്ന മാത്സും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട്. പിന്നെ വരുന്നത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്.
അത് കഴിഞ്ഞ് പേപ്പർ 2-ൽ വരുന്നത് നമ്മുടെ ട്രേഡ് ഏതാണോ, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ്, അങ്ങനെ ഏത് ട്രേഡ് ആണോ ആ ട്രേഡിനെ ബേസ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും പേപ്പർ 2-ൽ വരുന്നത്. അത് 75 ക്വസ്റ്റ്യൻസ് ഉണ്ട് 75 മാർക്കിന്. അതേപോലെ പാർട്ട് 1-ൽ 100 ക്വസ്റ്റ്യൻസ് ആണ് 100 മാർക്കിന്. അങ്ങനെ ടോട്ടൽ 175 മാർക്കിന്റെ എക്സാം ആയിരിക്കും. 150 മിനിറ്റ്സ് ആണ് ഇതിന്റെ ടൈം ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ CBT 1-നും CBT 2-നും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം പഠിക്കാൻ. നമുക്ക് CBT 1 കഴിഞ്ഞ് CBT 2 പിന്നീടെല്ലാം ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മളത് പഠിക്കാതെ ഇരിക്കരുത്. നമ്മൾ ഇപ്പോൾ തന്നെ CBT 1-നും CBT 2-ഉം നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങണം. അതിൻ്റെ മോക്ക് എക്സാമുകളൊക്കെ എടുത്ത് നമ്മുടെ ലെവൽ മനസ്സിലാക്കി നമുക്ക് ഏത് ഏരിയ ആണ് വീക്ക് എന്ന് നോക്കി നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പഠിക്കാനുള്ള ടൈം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ CBT 1-നും CBT 2 പേപ്പർ 1 ആൻഡ് പേപ്പർ 2-നും നമ്മുടെ കോഴ്സസ് അവൈലബിൾ ആണ്. നമ്മൾ ഏത് ട്രേഡിനും, മെക്കാനിക്കലിനും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാ ട്രേഡിനും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് കിട്ടുന്നതാണ്. അതേപോലെ ടെസ്റ്റ് സീരീസുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, നിങ്ങളെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ കണ്ടന്റും നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരിക്കും, നമ്മുടെ കോഴ്സസിലുണ്ട്. അപ്പോൾ എല്ലാവരും ആ കോഴ്സസിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പഠനം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്നു നിൽക്കാൻ ആരും കാത്തിരിക്കത്തില്ല. എല്ലാവരും ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കാണും. അപ്പം നേരത്തെ 2024-ലെ ALPക്ക് പഠിച്ചുകൊണ്ടിരുന്നവരും കാണും. അപ്പോൾ എല്ലാവരും ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോയുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകളുമായോ റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ഓൾ ദ ബെസ്റ്റ്.